എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാണ്. നമുക്ക് ഇന്നൊരു അയക്കൂറ വെച്ചിട്ടൊരു മുളകിട്ട കറി. ഇതൊരു കോട്ടയം സ്റ്റൈലെന്ന് പറയാനും പറ്റില്ല, എന്നാൽ ടിപ്പിക്കൽ മലബാർ രീതിയും അല്ല. അപ്പോൾ രണ്ടിൻ്റെ ഒരു ഫ്യൂഷൻ ടൈപ്പാണ്. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അത് ഇതിപ്പോൾ ഞാൻ നെയ്മീൻ കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് വെച്ചിട്ട് ബേജാറാവൊന്നും വേണ്ട. അയിലയായാലും മത്തിയായാലും ഏത് മീനായാലും ഇതുപോലെ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു എന്താ പറയണ്ടേ, നല്ലൊരു ഞാനിതിൽ കുടംപുളി ചേർക്കുന്നുണ്ട്. ചെറിയുള്ളിയാണ് ചേർക്കുന്നത്. നിങ്ങൾ കഴിയുന്നതും ചെറിയുള്ളി തന്നെ ചേർക്കാൻ ശ്രമിക്കുക. കുടംപുളി അതുപോലെ കുടംപുളി മാത്രം ചേർക്കുന്നവർക്ക് അങ്ങനെ ചേർക്കാം. ഇനി മറ്റേ വാളംപുളി മാത്രം ചേർക്കുന്നവർക്ക് അങ്ങനെയും ചേർക്കാം. ഞാൻ രണ്ടും കുറേശ്ശെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊരു അടിപൊളി ടേസ്റ്റാണ്. നോക്ക്. അപ്പോൾ ആദ്യം അതിനായിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ ഒന്ന് പകുതി ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് 1/2 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ച ചെറിയുള്ളി അതും ചേർത്ത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി 2 ഓരോ ടേബിൾ സ്പൂണാണ്. വെളുത്തുള്ളിയും ഇഞ്ചിയും പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർത്താൽ ചതച്ച് ചേർക്കരുത്, അരിഞ്ഞ് തന്നെ ചേർക്കണം. എന്നിട്ട് ഇനി ഇതൊന്ന് ഇളക്കിയതിന് ശേഷം 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരേ ഒരു പച്ചമുളക്, അതും നടുവ പൊട്ടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്, കീറിയിട്ടല്ല കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം 2 തക്കാളി പൊടിയായിട്ട് അരിഞ്ഞതും ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി, നല്ലോണം എല്ലാ ഭാഗവും നല്ലോണം ഒന്ന് ചൂടാകുന്ന വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം നല്ലോണം എല്ലാം ഒരു ഭാഗത്താക്കി വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ്. അപ്പോഴത്തേക്ക് ഈ തക്കാളിയിൽ നിന്നുള്ള വെള്ളം എല്ലാം ഇറങ്ങി വരും. അപ്പോൾ തക്കാളിയിലെ വെള്ളം നല്ലോണം ഇറങ്ങി വന്ന് കണ്ടില്ലേ. ഇനി ഇത് നല്ലോണം ഇളക്കി ആ തക്കാളി നല്ലോണം വെന്ത് കിട്ടുകയും ചെയ്യും. ഈ തക്കാളിയിലുള്ള എക്സ്ട്രാ വെള്ളം എല്ലാം അങ്ങ് വറ്റിപ്പോകും. ഈ സമയത്ത് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ഹീപ്ഡ് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അത് മുളക് പൊടി നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. പൊടികളെ പച്ചവാസന പോകുന്ന വരക്ക് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി പച്ചവാസന പോയതിന് ശേഷം കുതിർത്ത് വെച്ച ഒരു 10-15 മിനിറ്റ് കുതിർത്ത് വെച്ച കുടംപുളി, ഇത്രയേ ഉള്ളൂ കേട്ടോ, എൻ്റെ അടുത്ത് അധികം ഇല്ല. അപ്പോൾ ഇത്രയേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു 1/2 നെല്ലിക്ക വലിപ്പം പുളി കുറച്ച് നേരം കുതിർത്ത് പിഴിഞ്ഞെടുത്ത വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്ര മാത്രം. ഇത് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ ഇനി ഇതൊന്ന് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടോ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ച് വരട്ടെ. വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാം നല്ലോണം ആ മസാല മൊത്തം ഒന്ന് നല്ലോണം തിളച്ച് വന്നതിന് ശേഷം മുറിച്ച മീനിന് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇത് കുറച്ച് ചാറ് കുറവ് പോലെയാണ് ഉള്ളത്. അത് നമുക്ക് ഒന്നിങ്ങനെ ചുറ്റിച്ച് കൊടുത്തിട്ട് ഒന്ന് കറിവേപ്പില ഇട്ടിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് നല്ലോണം വന്നതിന് ശേഷം എടുത്തിട്ട് നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. കണ്ടില്ലേ, അങ്ങനെ ഒന്ന് ചുറ്റിച്ച് വരുമ്പോൾ എല്ലാ ഭാഗത്തും വേണമെങ്കിൽ ഒന്ന് ഇത്തിരി ചേച്ചി വെച്ചാലും മതി. പിന്നെ അത് മാത്രമല്ല, മീനിൻ്റെ അകത്ത് നിന്ന് പിന്നെയും കുറച്ച് വെള്ളം ഇറങ്ങും കേട്ടോ. അപ്പോൾ കറക്റ്റായിരിക്കും. ഞാനിപ്പോൾ വെച്ചത് അധികം ചാറ് എനിക്ക് വേണ്ട, അതുകൊണ്ടാണ് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ മേലെയും കീഴെയും അങ്ങനെ ഒരു കൃത്യമായ അളവിൽ വെച്ചത്. അതിന് ശേഷം ഒന്ന് സ്പൂണ് വെച്ചിട്ടൊന്ന് തിക്കി കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, ശരിക്ക് എല്ലാം ചാറിൽ മുങ്ങി നിൽക്കുന്നുണ്ട്. ഇത് ഇനിയിപ്പോൾ കറക്റ്റായി കേട്ടോ. ഈ സമയത്ത് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഉപ്പ് ഞാൻ നോക്കിയിട്ടുണ്ട്, എല്ലാം കറക്റ്റാണ്. 1/4 ടീസ്പൂൺ എനിക്ക് കറക്റ്റാണ്. ഇതൊരു 5 മിനിറ്റ് അത്രയേ വേണ്ടു. അപ്പോഴേക്കും നമ്മളെ മീൻ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലോണം തിളച്ച് വന്നിട്ട് നല്ല എല്ലാ ഭാഗവും വെന്ത്, അധികം മുളക് ഒന്നും വറ്റാനില്ലാത്തത് കൊണ്ട് തന്നെ അതിന് കുറച്ച് നേരം മൂടി തുറന്ന് വെച്ചിട്ടൊന്ന് തിളച്ച് നല്ലോണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒന്ന് ഈ ഒന്ന് അടങ്ങാൻ വെക്കുക. കണ്ട, തിളയെല്ലാം ഒന്ന് അടങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ മേലെ കൂടെ ഒറ്റിച്ച് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. കാരണം ഈ പച്ച വെളിച്ചെണ്ണ മീനിൻ്റെ എല്ലാ ഭാഗത്തും കറീൻ്റെ എല്ലാ ഭാഗത്തും ആകുന്നവരെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അധികം ഇട്ട് കടവിലിട്ട് ഇളക്കണ്ട കേട്ടോ.
പൊടിഞ്ഞു പോവും. അപ്പോൾ അതാ റെഡി. പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച പുതിയ വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.